ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് സ്വാഗതം. ഒരു നെഗറ്റീവ് ക്ലോസിംഗിലൂടെയാണ് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് വ്യാപാരം അവസാനിപ്പിച്ചത്. ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റി നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച തുടക്കത്തിൽ 25,428 ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത് 25,149 എന്ന ലെവലിലാണ്. ഏകദേശം 1.1% ഒരു ഇടിവാണ് നമുക്ക് നിഫ്റ്റി 50 കാണാൻ കഴിയുക. അതുപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പിലാണ് ഇതിലും കൂടുതലായിട്ടുള്ള ഇടിവുണ്ടായിട്ടുള്ളത്. ഏകദേശം 1.71% ഇടിവാണ് കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടായത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പിൽ അത്രമാത്രം ഇടിവുണ്ടായിട്ടില്ല. 0.78% ഇടിവാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് പോലെയുള്ള പ്രത്യേകിച്ച് റീറ്റെയിലേഴ്സ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്തരം മേഖലയിൽ ഇപ്പോഴും അത്ര ബിയറിഷ് ആയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിൽ 5 ദിവസങ്ങളിലും അത് ഗ്രീഡ് സോണിൽ തന്നെ നിന്നതായിട്ട് കാണാം. എന്നാൽ എക്സ്ട്രീം ഗ്രീഡ് സോണിലേക്ക് പോയിട്ടില്ല, അതേപോലെ ഫിയർ സോണിലേക്കും പോയിട്ടില്ല. അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റിമെന്റ്സിൽ തന്നെയാണ് മാർക്കറ്റ് ഉള്ളത് എന്ന് വ്യക്തമാണ്. അതുപോലെ നമ്മൾ ഇന്ത്യ വിക്സ് നോക്കിക്കഴിഞ്ഞാൽ 11.82 എന്നുള്ള ലെവലിലാണ് നമുക്ക് ഇപ്പം കാണാൻ കഴിയുക. കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ നല്ല ക്രാഷ് ഉണ്ടായിട്ട് പോലും അവിടെ ഒരു 1.2% ഒരു ഇടിവ് മാത്രമാണ് ഇന്ത്യ വിക്സിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും 12 താഴെ എന്നുള്ള ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലെവലിൽ തന്നെയാണ് വിക്സ് നിൽക്കുന്നത്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് മാർക്കറ്റിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 25,500 അതുപോലെ 25,300 എന്ന ലെവലിലൊക്കെയാണ് കൂടുതലായിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ കഴിയുക. അതേസമയം ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 25,000 എന്ന ലെവലിലാണ് കൂടുതലായിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അണ്ടർലൈങ് ആയിട്ട് ഒരു ബുള്ളിഷ്നെസ് ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു പുൾ ബാക്ക് മാത്രമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബേഴ്സ് ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ള ഒരു ആധിപത്യം നമ്മുടെ മാർക്കറ്റിന് മേൽ നേടിയിട്ടില്ല എന്ന് വ്യക്തമാണ്. ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു ലെവലുകൾ നമ്മൾ പരിശോധിച്ചാൽ 25,150 അതുപോലെ 25,160 എന്നുള്ള ആ ഒരു ലെവലിന് മുകളിലേക്ക് നിഫ്റ്റി പോവുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു റാലി 25,250 25,400 വരെ പോകാനുള്ള ഒരു സാധ്യത ഇപ്പോഴും നിഫ്റ്റിയിൽ ഉണ്ട്. എന്നാൽ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള സെന്റിമെന്റ്സ് വന്ന് ബെയറിഷ് ആവുകയാണെങ്കിൽ 25,090 അതേപോലെ 24,900 വരെയുള്ള ഒരു സപ്പോർട്ട് ലെവലാണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയുക. അപ്പോൾ നിലവിൽ മാർക്കറ്റിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ US ട്രേഡ് ഡീൽ. അത് ഒരു തീരുമാനമാകാത്തത് മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്ന ബ്ലൂംബർഗിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം 20% താഴെയുള്ള ഒരു താരിഫ് പ്ലാനോടുകൂടി ഒരു ഇന്ത്യ US ഒരു ഇടക്കാല കരാറ് നിലവിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് ഒഫീഷ്യലായിട്ട് സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ഉടൻ തന്നെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഈ ഒരു ഇടക്കാല കരാറിൽ വരുമെന്നാണ് മീഡിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ US ട്രേഡ് ഡീൽ അവിടെ കീറാമുട്ടിയായി നിൽക്കുന്ന പരിഹരിക്കപ്പെടാനാവാത്ത മേഖലകളിൽ കൂടുതൽ സമയം ഇരു രാജ്യങ്ങൾക്കും ലഭിക്കുകയും ഒരു അന്തിമ പരിഹാരം ഈ വർഷം കൊണ്ട് തന്നെ ഉണ്ടാവുകയും ചെയ്തേക്കാം എന്നൊരു പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു തിരിച്ചടിക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാരണം നമുക്കറിയാവുന്നതുപോലെ TCSന്റെ നിരാശപ്പെടുത്തിയ റിസൾട്ടായിരുന്നു. ഇപ്പോൾ TCSന്റെ ആ ഒരു റവന്യൂ ഗ്രോത്തിൽ ഉണ്ടായിട്ടുള്ള മന്ദഗതി അത് മറ്റ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത് ഈ ഒരു തിരിച്ചടി താൽക്കാലികമാണെന്നും ഇപ്പോൾ TCSന്റെ റിസൾട്ടിന് അനുബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ കണ്ടത് ഒരു നീ ജർക്ക് റിയാക്ഷൻ മാത്രമാണെന്നും മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഇപ്പോൾ Q1 ഏർണിങ്സിന്റെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതുവരെ വന്ന റിസൾട്ടുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 2 കമ്പനികളാണ് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചതെന്ന് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഒരു 1000 കോടി മാർക്കറ്റ് ക്യാപ്പിന് മുകളിലുള്ള കമ്പനികളെ പരിശോധിച്ചാൽ അത്തരത്തിൽ 2 കമ്പനികൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ആനന്ദരതി വെൽത്ത് ലിമിറ്റഡ് ആണ്. അപ്പോൾ ആനന്ദരതി ഒരു നോൺ ബാങ്കിങ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. അത് ഇന്ത്യയിലെ ആ ഒരു മേഖലയിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ഒരു വെൽത്ത് സൊല്യൂഷൻ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനിയുടെ Q1 ഏർണിങ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 20% മുകളിലുള്ള ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഔട്ട്സ്റ്റാൻഡിംഗ് റിസൾട്ട് വന്നിട്ടുള്ളത് സ്മോൾ മൈക്രോ ക്യാപ് സ്റ്റോക്ക് ആയിട്ടുള്ള MB അഗ്രോ പ്രൊഡക്ട്സ് ലിമിറ്റഡ് അഥവാ മധ്യഭാരത് അഗ്രോ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽ സെഗ്മെന്റിലുള്ള ഒരു സ്റ്റോക്കാണ്. അതിന്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 100% വർധനമാണ് പ്രോഫിറ്റിലും സെയിൽസിലും നമുക്ക് കാണാൻ കഴിയുക. അതേപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും നല്ല പ്രകടനം കാഴ്ചവെച്ചതായിട്ട് കാണാം. ഇപ്പോൾ വരാൻ പോകുന്ന ആഴ്ച പല പ്രധാനപ്പെട്ട കമ്പനികളുടെയും റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരാഴ്ചയാണ്. 14-ാം തീയതി HCL ടെക്കിൻ്റെയും ടാറ്റ ടെക്കിൻ്റെയും ഒക്കെ റിസൾട്ടുകൾ വരുന്നുണ്ട്. 15-ാം തീയതി HDFC ലൈഫ് പോലെയുള്ള സ്റ്റോക്കുകളിൽ റിസൾട്ട് വരുന്നുണ്ട്. 16-ാം തീയതി ഏഞ്ചൽ വൺ, ITC ഹോട്ടൽസ്, ടെക് മഹീന്ദ്ര പോലെയുള്ള സ്റ്റോക്കുകളുടെ റിസൾട്ടാണ് വരുന്നത്. 17-ാം തീയതി ആക്സിസ് ബാങ്ക്, അതുപോലെ HDFC AMC, ജിയോ ഫിനാൻഷ്യൽ സർവീസ്, LTI മൈൻട്രി, വിപ്രോ, പോളിക്യാബ് പോലെയുള്ള സ്റ്റോക്കുകളുടെ റിസൾട്ട് വരുന്നുണ്ട്. 18-ാം തീയതി JSW സ്റ്റീൽ, റിലയൻസ് റിസൾട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ റിലയൻസിൻ്റെ റിസൾട്ട്
18-ാം തീയതിയാണ് വരുന്നത്. അത് ഒരു പക്ഷേ മാർക്കറ്റ് അവറിന് ശേഷമായിരിക്കാം. പക്ഷെ അവിടെ റിലയൻസിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടായിരിക്കും. കാരണം അത് നിഫ്റ്റിയിലെ ഹെവി വെയിറ്റ് സ്റ്റോക്ക് എന്നുള്ളതിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന റിസൾട്ടാണ്. അതേപോലെ തന്നെയാണ് HDFC ബാങ്കിൻ്റെ റിസൾട്ടും. അത് 19-ാം തീയതിയാണ് വരുന്നത്. അതേപോലെ അതേ ദിവസം തന്നെയാണ് ICICI ബാങ്കിൻ്റെ റിസൾട്ടും വരുന്നത്. അപ്പോൾ ബാങ്കിങ് മേഖലയിലുള്ള ഈ രണ്ട് സ്റ്റോക്കുകളുടെ റിസൾട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ Q1 ഏർണിങ്സിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ മാർക്കറ്റ് എങ്ങോട്ടേക്ക് നീങ്ങും എന്നുള്ള കൃത്യമായൊരു ദിശാസൂചിക തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ആഴ്ച കിട്ടുമെന്ന് തന്നെയാണ് ഈ ഒരു Q1 റിസൾട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുക കഴിയുക. അപ്പോൾ നിലവിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഡാറ്റ നമ്മൾ പരിശോധിച്ചാൽ ഈ ജൂലൈ മാസം മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ 10,254 കോടിയുടെ ഒരു നെറ്റ് സെല്ലിങ്ങോടെയാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നിൽക്കുന്നത്. അപ്പോൾ 9 ട്രേഡിംഗ് സെഷൻ ഉണ്ടായിരുന്ന ഈ ജൂലൈ മാസത്തിൽ 6 സമയത്ത് ഇവർ നെറ്റ് സെല്ലേഴ്സ് തന്നെയായിരുന്നു. അവർ ബൈങ് നടത്തിയത് വളരെ നേരിയ ക്വാണ്ടിറ്റി ആണെന്നും കാണാൻ കഴിയും. അപ്പോൾ ജൂലൈ മാസം പൊതുവെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നല്ല തോതിൽ ബൈങ് നടത്തുന്ന ഒരു മന്താണ് ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇവിടെ അതിന് വിപരീതമായിട്ടുള്ള പ്രകടനമാണ് FIIസിൻ്റെ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഈ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റേത് പക്ഷേ 12,000 കോടിയുടെ നെറ്റ് ബൈങ് തന്നെയാണ് കാണുന്നത്. 8 ട്രേഡിംഗ് സെഷനിലും അവർ ബയേഴ്സ് ആയിട്ട് നിന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ മാസം അവസാനമുണ്ടായിട്ടുള്ള ആ ഒരു മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ പശ്ചാത്തലത്തിൽ പല IPOകളും മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് IPO ലിസ്റ്റിങ്ങിൻ്റെ ആ ഒരു ഫ്രീക്വൻസി കുറഞ്ഞതായിട്ടാണ്. ഇപ്പോൾ നിലവിൽ ട്രാവൽ ഫുഡിൻ്റെ IPO ആണ് ലിസ്റ്റ് ചെയ്യാൻ ബാക്കി നിൽക്കുന്നത്. ഓൾറെഡി അതിൻ്റെ IPO ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 14-ാം തീയതിയാണ് അതിൻ്റെ ലിസ്റ്റിംഗ് നടക്കുക. 1,100 എന്നുള്ള പ്രൈസ് ബാൻഡിൽ വന്നിട്ടുള്ള ഈ ഒരു IPO ഇഷ്യൂ അതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോൾ പരിശോധിച്ചാൽ 35 എന്നുള്ള ഒരു പ്രൈസിലാണ് കാണാൻ കഴിയുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സ്റ്റോക്ക് ഏകദേശം 1,035 എന്നുള്ള പ്രൈസിലായിരിക്കും ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിലവിലുള്ള ഗ്രേ മാർക്കറ്റ് പ്രീമിയം വെച്ചിട്ട്. എന്നാൽ അവസാന ദിവസം ലിസ്റ്റിംഗ് ഡേയിൽ ഉണ്ടാകുന്ന വോളറ്റിലിറ്റിയിൽ എത്രമാത്രം ഉയർച്ച താഴ്ചകളാണ് ഉണ്ടാകുക എന്ന് നമുക്കിപ്പോൾ പറയാനാവില്ല. ഏതായാലും ലിസ്റ്റിംഗ് ഗെയിൻ നേടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അതേപോലെ മറ്റൊരു IPO ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അത് സ്മാർട്ട് വർക്ക്സ് കോവർക്കിംഗ് സ്പേസസ് എന്ന് പറയുന്ന IPO. അത് 582 കോടിയുടെ ഒരു ചെറിയ ഒരു IPO ആണ്. അത് ജൂലൈ 10-ന് ഓപ്പൺ ആയതാണ്. അത് ക്ലോസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 14-നാണ്. അപ്പോൾ ഇപ്പോഴും ആ ഒരു IPO അപ്ലൈ ചെയ്യാനുള്ള അവസരം നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട IPO ഈ അടുത്ത ആഴ്ച വരാൻ പോകുന്നത് ആന്തം ബയോ സയൻസിൻ്റെ IPO ആണ്. അത് ജൂലൈ 14 മുതൽ ജൂലൈ 16 വരെയുള്ള ഡേറ്റിലാണ് ഓപ്പൺ ആവുക. 3,395 കോടിയുടെ കുറച്ചുകൂടി വലിയൊരു IPO ആണ് ആന്തം ബയോ സയൻസിൻ്റെ IPO. അതിൻ്റെ ഒരു പ്രൈസ് ബ്രാൻഡ് നമ്മൾ കാണുന്നത് 540, 570 എന്നുള്ള ഒരു പ്രൈസ് ബ്രാൻഡിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു PE പരിശോധിച്ചാൽ ഇത് കുറച്ചൊരു അഗ്രസീവ് പ്രൈസിങ്ങിലാണ് ഇത് വന്നിട്ടുള്ളതെന്ന് കാണാൻ കഴിയും. പക്ഷേ ഈ കമ്പനിയുടെ ഒരു വളർച്ച പരിശോധിച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റന്റ് വളർച്ച ഈ കമ്പനിയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു IPO കുറച്ച് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഒരു IPO ആകാനുള്ള സാധ്യതയുമുണ്ട്. ലിസ്റ്റിംഗ് ഗെയിൻ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അപ്പോൾ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു IPO ആയിട്ട് ഇത് തോന്നുന്നത് കൊണ്ട് തന്നെ ഇതിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് കണ്ടറിയുക തന്നെ വേണം. ഇനി നമ്മളിപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലോ PEയിൽ ട്രേഡ് ചെയ്യുന്ന ചില സ്റ്റോക്കുകളെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചില സ്റ്റോക്കുകൾ കാണാൻ കഴിയും. അതിൻ്റെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും 20% മുകളിൽ ട്രെയിലിംഗ് 12 മന്ത്സിൽ കാണാൻ കഴിയും. എന്നാൽ അതിൻ്റെ PE അത് 20-ൽ താഴെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല വാല്യുവേഷനിൽ അതേസമയം നല്ല ഗ്രോത്തും കാണിക്കുന്ന ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് അതിനെ ട്രാക്ക് ചെയ്തുകൊണ്ട് വിശകലനം ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലൊരു സ്റ്റോക്ക് മുത്തൂറ്റ് ഫിനാൻസ് ആണ്. അതിൻ്റെ PE ഇപ്പോൾ 19.88 എന്നുള്ള PE ആണ്. ഇൻഡസ്ട്രി PE 25 3 ഇയേഴ്സിൻ്റെ PE 14 അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ബൈങ് പ്രൈസ് എന്ന് നമുക്ക് സപ്പോർട്ട് ലെവൽ കാണാൻ കഴിയുന്നത് 2,494 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ്. മറ്റൊരു സ്റ്റോക്ക് ഇതേപോലെ കാണാൻ കഴിയുന്നത് ഹഡ്കോ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇതിൻ്റെ PE ഇപ്പോൾ കാണുന്നത് 17 എന്ന ലെവലിലാണ്. ഇൻഡസ്ട്രി PE 25 ആണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയം PE 13 ആണ്. അപ്പോൾ ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയാണ് ഈ സ്റ്റോക്കും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഹഡ്കോയുടെ ഒരു സപ്പോർട്ട് ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 218 എന്നുള്ളൊരു ലെവലാണ് കുറച്ചും കൂടി നല്ലൊരു ബൈങ് ലെവലായിട്ട് കാണാൻ കഴിയുക. മറ്റൊരു സ്റ്റോക്ക് ഓത്തം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന NBFC ആണ്. ഇതിൻ്റെ PE ഇപ്പോൾ 10 എന്നുള്ള ഒരു ലോ PE ആണ് കാണാൻ കഴിയുക. ഇതിൻ്റെ ഇൻഡസ്ട്രി PE ആണെങ്കിൽ 25 ആണ്. അതുപോലെ 3 ഇയേഴ്സിൻ്റെ മീഡിയം PE ഇതിൻ്റെ 7.79 ആണ്. അപ്പോൾ ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയാണ് ഇതിൻ്റെയും PE നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽ നമ്മൾ കാണുന്നത് 2,408 എന്നുള്ള ഒരു ലെവലാണ്. ആ ലെവലിലേക്കൊക്കെ ഈ സ്റ്റോക്ക് വരികയാണെങ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ്. ഇതിപ്പോൾ 7 എന്നുള്ള ഒരു PE റേഷ്യോയിലാണ് നമ്മൾ കാണുന്നത്. ഇൻഡസ്ട്രി PE 7.66ഉം 3 ഇയർ മീഡിയം PE 8.7 ആണ്. അപ്പോൾ 3 ഇയർ മീഡിയം PEയേക്കാൾ താഴെയാണ് ഇതിൻ്റെ PE ഇപ്പോൾ കാണുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഒരു ലെവല് 53 എന്ന ലെവലാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ബൈങ് ലെവലായിട്ട് നമ്മൾ കാണുന്നത്. മറ്റൊരു സ്റ്റോക്ക് ചോല ഫൈനാൻഷ്യൽ ഹോൾഡിങ്സ് ആണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ PE 17 എന്നുള്ള PE ആണ്.
ഇൻഡസ്ട്രി പി 27 അപ്പോൾ അതിൽ താഴെയാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1890 എന്ന ലെവല് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് നാഷണൽ അലൂമിനിയം എന്നൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഒരു PSU സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ കാണുന്നത് 6.61 എന്നുള്ള വളരെ ലോ ആയിട്ടുള്ള ഒരു PE ആണ്. ഇൻഡസ്ട്രി PE 19. കൂടാതെ അതിൻ്റെ മീഡിയം PEയേക്കാളും താഴെയാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ഒരു ലെവൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ 180 എന്നുള്ള ഒരു ലെവല് ഒരു സപ്പോർട്ട് ലെവലായിട്ട് കണക്കാക്കിക്കൊണ്ട് ഒരു ബൈങ് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ഈ പരാമർശിച്ച ഈ സ്റ്റോക്കുകൾ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് നിരീക്ഷിക്കുക. അതൊരിക്കലും ബൈങ് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടേതായ പഠനം കൂടുതൽ നടത്തേണ്ടതുണ്ട്. അതുപോലെ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റും നിങ്ങളെ ഫൈനാൻഷ്യൽ അഡ്വൈസറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.